ഹാപ്പി വിമൻസ് ഡേ. എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. ഇതിപ്പോൾ വിമൻസ് ഡേ ആയതുകൊണ്ട് വിമൻസിനെയാണല്ലോ കൂടുതലും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അതിപ്പം ആനക്കാര്യമൊന്നും ആയിരിക്കത്തില്ല, എന്നാൽ ആനക്കാര്യം അല്ലേന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പം ഒരു വലിയ ആനക്കാര്യം തന്നെ. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ എന്ത് പ്രശ്നത്തിലും നമ്മുടെ എന്താ പറയുക, നമുക്കൊരു ചെറിയ ഒരു ചേഞ്ച് വന്നാൽ പോലും നമ്മുടെ വീട്ടിലുള്ളവരത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നെ ഇപ്പോഴും കെയർ ചെയ്യുന്നത്, എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഇത്രയും പ്രായമായിട്ടും എന്താ പറയുക, ഇപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ മക്കളെ വരെ നോക്കുന്നത് എൻ്റെ മമ്മിയാണ്. എൻ്റെ മമ്മിക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 68 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഇത്ര ദ്രോഹിയാണോ എന്ന്. അങ്ങനെയല്ല, എൻ്റെ മമ്മി വീട്ടിലുണ്ട്. എൻ്റെ സിസ്റ്റർ UK യിലായതുകൊണ്ട് ഇടയ്ക്ക് അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരും. അപ്പം മമ്മി വീട്ടിലുള്ളപ്പം ഈ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നതും അവരുടെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ശ്രദ്ധയാണ് മമ്മിക്ക്. അതെല്ലാ അമ്മമാരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഒന്നും അങ്ങനെയല്ല. അപ്പം നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ആ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. നമ്മൾ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പം, ഇപ്പോഴെന്ന് പറയുമ്പം എനിക്ക് അങ്ങനെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എന്താ പറയുക, ദൈവം സഹായിച്ച് മനുണ്ട്, എന്താ പറയുക, നമുക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്നൊരു സമയത്ത് നമ്മൾ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലായിരിക്കുമ്പോഴൊക്കെ ഇവർ തരുന്നൊരു സപ്പോർട്ടുണ്ട്. അത് ഇത്രമാത്രം വലുതാണെന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പം ആണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ എന്തോരം നമുക്ക് ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മളെ കരുതിയിട്ടുണ്ടെന്നുള്ളത്. കാര്യം ഞാൻ ഒരു 10 years ബാക്കൊക്കെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ ഹോസ്പിറ്റൽ കേസസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പം ഞാനിങ്ങനെ പകച്ചു നിന്നിട്ടുണ്ട്. എന്ത് ചെയ്യും അങ്ങനെ കോർത്ത് പല ഇതിലും പകച്ചു നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും, അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ എൻ്റെ മമ്മിയും എൻ്റെ അനിയത്തിയും, അന്ന് എൻ്റെ ഫാദർ ഓൾറെഡി മരിച്ചായിരുന്നു, ഒരു 10 years ബാക്ക് അച്ഛൻ മരിച്ചു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു നിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഓർക്കുമ്പം എനിക്ക് അത്ഭുതവും അതിശയമായി ഇപ്പം. കാരണം നമ്മൾ ഈ കഴിഞ്ഞ സമൂഹത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടൊരു ചേച്ചി കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ മരണപ്പെട്ടപ്പോഴൊക്കെ ഞാൻ ഓർത്ത്, ദൈവമേ, ഇതുപോലത്തെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള സാഹചര്യങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ എൻ്റെ ലൈഫിലും വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരമൊക്കെ എൻ്റെ സിസ്റ്റർ ആ സമയത്ത്, അവൾ നേഴ്സാണ്, അവൾ അന്ന് സൗദിയിൽ പോയിട്ട് ഒന്ന് പച്ച പിടിക്കുന്നേ ഉള്ളൂ. അവളുടെ കയ്യിൽ കാശ് ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയാൻ പാടില്ല. അതിനു മുമ്പേ അവൾ സ്ട്രോങ് ആണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഫാദറിനൊക്കെ വയ്യാതായിപ്പം വീട്ടിലൊക്കെ ആകെ ബുദ്ധിമുട്ടായ സമയത്ത് അന്ന് അവൾക്ക് ഡൽഹി 40s 10,000 rupees സാലറി ഉള്ളൂ. അവൾ ആ 10,000 rupees വീട്ടിൽ അയച്ചു തരുമായിരുന്നു. അപ്പോൾ ഇവളുടെ കാര്യത്തിന് എങ്ങനെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അത്രയ്ക്കും എന്താ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഞങ്ങളെയൊക്കെയും ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ ഓവർ ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ ഓരോ കാര്യങ്ങൾ അവൾ ചെയ്തിട്ടുള്ളത്. അത്രയും സ്ട്രോങ് ആണ് അവളെ ഈ സമയത്ത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്ര സ്ട്രോങ്ങസ്റ്റ് ആണ് അവൾ. എൻ്റെ ലൈഫിലൊരു സ്ട്രോങ്ങസ്റ്റ് വിമൻ ഫസ്റ്റ് എൻ്റെ മമ്മിയാണ് ഫസ്റ്റ്, അത് കഴിഞ്ഞ് അവൾ. ഈ 2 വ്യക്തികളാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ കേട്ടോ. കാര്യം അന്ന് എൻ്റെ ATM ഞാനൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ ATM കാർഡ് എൻ്റെ തന്നിട്ട് പറഞ്ഞു, ഇതിൽ ഇത്ര രൂപയുണ്ട്, നിൻ്റെ ആവശ്യത്തിന് നീ ഇത് വെച്ചോ, ബാക്കി നമുക്ക് വരുന്നത് പോലെ കാണാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സമൂഹത്തിലൊരു സപ്പോർട്ടിങ് സിസ്റ്റം കിട്ടുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുമ്പം ഈ മരിച്ച ചേച്ചിക്ക് ഒരു സപ്പോർട്ടൊക്കെ ഇല്ലാതായി പോയത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ എന്നെ ഏറെ ഹെൽപ്പ് ചെയ്തതും ഇന്നും എന്നെ സ്വാധീനിക്കുന്നതും ഇന്നും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും വിമൻസ് ഡേ ആയതുകൊണ്ട് ഈ 2 വ്യക്തികളാണ് കേട്ടോ. മമ്മിയെ പറ്റി പറയാൻ ഒന്നും തന്നെ ബാക്കി ഒന്നും ഇല്ല. അത്രയ്ക്കും എന്താ പറയുക, പറഞ്ഞാൽ തീരത്തില്ല. ഇന്നും എനിക്കും എൻ്റെ മക്കളെയും ടേക്ക് കെയർ ചെയ്യുന്നതും, എന്നാൽ അവർക്കും ഈ പ്രായമായിട്ടുള്ള അമ്മേനായിട്ട് കഷ്ടപ്പെടുത്തണം അങ്ങനെയല്ല. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ നോക്കാനും ഫുഡ് വെച്ച് തരാനും ഒക്കെ
കിടന്ന് വഴക്കൊക്കെ പറയുകയും എടുക്കുകയൊക്കെ ചെയ്താലും ഒരു നേരം കഴിച്ചില്ലെങ്കിൽ അപ്പോഴേ വിളിച്ചിട്ട് ഫുഡ്, ഇനിയിപ്പോൾ ഞാൻ ചെന്നില്ലെങ്കിൽ കൂടി ഒരു ഓട്ടോക്കാരൻ്റെ കയ്യിലാണെങ്കിലും ഫുഡ് എൻ്റെ ഷോപ്പിൽ എത്തിക്കാനും, അല്ലെങ്കിൽ എൻ്റെ മോൻ വീട്ടിലുണ്ടെങ്കിൽ അവൻ്റെ എനിക്ക് ഫുഡ്, എനിക്ക് തോന്നുന്നു ഭയങ്കര കെയറിങ് ആണ് അമ്മ. ഈ 2 പേരുടെ ലൈഫിൽ ഇവരാണ് എൻ്റെ ബ്യൂട്ടിഫുൾ വിമൻസ്, സ്ട്രോങ്ങസ്റ്റ് വിമൻസ്. കാര്യം നമ്മുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ എനിക്ക് ഇത് കേൾക്കുമ്പം ഇതിപ്പം ഹാപ്പി ഹസ്ബൻഡ് ഡേ അല്ല, അപ്പോൾ നമ്മൾ ഹാപ്പി വിമൻസ് ഡേ മനു ഓർക്കും. അപ്പം ഞാൻ എനിക്ക് ആരുമില്ല, അങ്ങനല്ല. ഇതിപ്പോൾ ഹാപ്പി വിമൻസ് ഡേ ആയതുകൊണ്ട് അവർ രണ്ടുപേരും പറഞ്ഞു. ഓഫ് കോഴ്സ് ഭർത്താവ് എൻ്റെ സ്ട്രോങ്ങസ്റ്റ് പില്ലറാണ്, ദൈവം തന്നൊരു ഗിഫ്റ്റാണ്. പക്ഷേ എന്താ പറയുക, ഇതിപ്പോൾ വിമൻസ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഇവരെ രണ്ടുപേരും പറഞ്ഞതൊക്കെ. ഇവർ രണ്ടുപേരും എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഒക്കെ ഭയങ്കര വലുതാണ്. സോ ഹാപ്പി വിമൻസ് ഡേ എല്ലാവർക്കും, ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു സോ മച്ച്.